നമസ്കാരം. തുടങ്ങിയോ? ഓക്കെ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇറ്റലിയിൽ കുറേ കാശ് പോയി, സ്വിറ്റ്സർലാൻഡിൽ കുറേ കാശ് പോയി. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു സ്വിമ്മിംഗ് പൂൾ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പിൽ തന്നെ കാണാൻ പറ്റും, ഇവിടുത്തെ പള്ളിയാണ്. ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് മുമ്പ് എന്താ പറയുന്നത്, എനിക്ക് ശ്വാസം മുട്ടുമ്പോൾ ടെൻഷൻ കയറുമ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കും, കുറച്ച് സമാധാനിക്കും, എന്നിട്ട് വീട്ടിൽ പോകും. സോ ഇന്ന് ഞങ്ങൾക്ക് ആദ്യം അത് കാണിച്ചു തരാം. കമോൺ. അപ്പോൾ നമ്മുടെ വ്ളോഗിങ് സെറ്റപ്പിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ പറ്റി, നമ്മൾ അപ്ഗ്രേഡായി. നമ്മളൊരു മൈക്ക് മേടിച്ചു, അതുകൊണ്ട് നമ്മുടെ ശബ്ദങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. സ്വിറ്റ്സർലാൻഡ് വീഡിയോ കണ്ട എല്ലാവരും ഭയങ്കര കമൻറ്റിൽ ഭയങ്കര ഇതായിരുന്നു, ഓഡിയോ കേൾക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഓഡിയോ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമായിരിക്കും. സോ കമോൺ. ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാർക്കാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വിശാലമായ പള്ളി, പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ പബ്ലിക് സ്വിമ്മിംഗ് പൂളിലാണ് പോകാൻ പോകുന്നത്. സോ സ്വിമ്മിംഗ് പൂളിലെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാ. നമ്മൾ പോകുന്ന വഴി നമ്മൾ കുറേ കൂട്ടരെ പിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നമ്മൾ അമാനെ പിക്ക് ചെയ്യാനാണ് വന്നേക്കുന്നത്. അവൻ്റെ ബാൽക്കണിയിൽ നിന്ന് വിളിക്കാം. അമാൻ. ഓ, വലൈക്കും സലാം. The goat has arrived. The goat is already here. Today we are vlogging, Aman. Today we're walking. Yes, give salam to my subscribers. Welcome subscribers. Make sure you subscribe, like and comment. അമാന് വേറൊരു മൈക്ക് കൊടുത്തു. ഇനി നമുക്ക് ശബ്ദത്തിന് പന്നം വരരുത്, ശബ്ദം പ്രശ്നമാണെന്ന് ആരും ഇനി കമൻറ്റ് ചെയ്യരുത്. ആസ് യൂഷ്വൽ എല്ലാ പ്രാവശ്യവും നമ്മുടെ കൂടെ ഉള്ള നിതാലാണ്. അപ്പോൾ നമ്മൾ അത് നോക്കണ്ട. സോ ആദ്യം നമ്മൾ ഇനിയിപ്പം പൂളിലേക്ക് നടക്കണമെങ്കിൽ ഇവിടുത്തെ സെൻറ്ററുണ്ട്. ഞാൻ കുറേ നാൾക്ക് ശേഷം നിങ്ങൾക്ക് ഇനി സെൻറ്റർ കാണിച്ചു തരാം. ഇപ്പം സമ്മറാണ്, ഞാൻ വിൻ്ററിലെ സെൻറ്റർ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുള്ളൂ. ഇന്ന് കുറച്ച് മഴക്കാറുള്ളതുകൊണ്ട് കുറച്ച് ഷെയ്ഡ് എന്താ പറയുന്നത്, കുറച്ച് ഗ്ലൂമി ആണ് ദിവസം. അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാ, പൊരിഞ്ഞ വെയിലായിരിക്കും. ഇനിയിട്ട് അമ്മാൻ 100%. Yeah. I was about to say that. But you beat me too. Yeah. അവന് മനസ്സിലാകത്തില്ല, പക്ഷെ എല്ലാത്തിനും അവൻ ഇനിറ്റ് പറയും. In it. Yeah. The Krusty Krab pizza. It's Yeah. a pizza for you and me. The Krusty Krab pizza. ഓണാണോ? Pizza. സുഹൃത്തുക്കളെ, നമ്മളിപ്പം അങ്ങനെ സാഗരത്തിലേക്ക് ഉള്ളിലേക്ക് പോകാമാണ്. അപ്പം നിങ്ങൾ അങ്ങ് നോക്കിയേ, The Krusty Krab. Yeah. സംഭവം ഇപ്പം ഇവിടെ എന്താ പറയുന്നത്, ഇത് സെന്ററാണ്. അപ്പോൾ സെന്റർ ഇപ്പം സമ്മർ ആയതുകൊണ്ട് എല്ലാവരും, നിങ്ങൾക്ക് അറിയാലോ, ഈ യൂറോപ്പിലെ പ്രത്യേകത എന്ന് പറയുന്നത് അതല്ല, ഞാൻ പറയട്ടെ, ഈ നമ്മൾ ഈ യൂറോപ്പിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഈ ചൂടാകുമ്പം ആൾക്കാർ അങ്ങോട്ട് ഇറങ്ങി റോട്ടിൽ കിടക്കുക. അതുപോലെയല്ല മിഡിൽ ഈസ്റ്റിൽ ചൂടാകുമ്പോൾ എല്ലാവരും വീട്ടിനുള്ളിൽ കയറും. എന്ന് വെച്ചാൽ അവിടെ 50 ഡിഗ്രി 55 ഡിഗ്രി അങ്ങനെയൊക്കെയാണ് ചൂട്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരു പ്ലസ് സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങി ശരിക്കും ഈ ഫീൽഡിൽ ഇറങ്ങിയിടാ. അപ്പോൾ നിങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുന്നത്, ഇതിനെന്താ മലയാളത്തിൽ പറയുന്നത്, എന്താണ് അതിന് പറയുന്നത്, ശില്പമല്ലല്ലോ, ഇതെന്താടാ പറയുക, നല്ല നീണ്ട ഇവിടുന്ന് അങ്ങ് അറ്റം വരെ ഉണ്ട്. ഇതിപ്പം ഏത് നമ്മുടെ ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിലെങ്ങാണമായിരിക്കണം, ഒരു പൂ കാണത്തില്ല. ഇതിപ്പോൾ ഇവിടെ പൂ കിളുക്കുന്നു, ആൾക്കാരൊന്ന് ലീസ്റ്റ് കൺസേൺഡാണ്, ഇവിടെ ജസ്റ്റ് പോകുന്നു വരുന്നു. പക്ഷെ ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ, ഇൻക്ലൂഡിങ് എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ ഞാൻ പറയാം, ആ പൂക്കൊള്ളാം, നമുക്ക് പോയി അത് പറിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയൊരു മുട്ട് നമുക്ക് വീട്ടിൽ കൊണ്ട് തൈ വെച്ചാലെന്ന് പറഞ്ഞ് പതുക്കെ പോയി 2 എണ്ണം പറിച്ചുകൊണ്ട് വരും. അതാണ് ഇവിടത്തെയും അവിടത്തെയും വ്യത്യാസം. അതുകൊണ്ടാണ് ഇവിടെ കാണുന്ന ഇത്രയും സുന്ദരവും. അവിടെ പക്ഷേ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഞാനിനി ഇത് പറഞ്ഞിട്ട് ആൾക്കാർ പറയണ്ട, ഞാനിനി ഇതിനെ മാത്രം എല്ലാ സമയത്തും നാട്ടിനെ മാത്രം കുറ്റം പറയുന്നെന്ന് പറയണ്ട. അപ്പോൾ നമ്മൾ ഇനി നടക്കാനുണ്ട്, ഏകദേശം 1 കിലോമീറ്റർ നടക്കാനുണ്ട് നമുക്ക്. സോ നിങ്ങൾ കണ്ടില്ലേ, ഇതിപ്പം ഇവിടെ ഇപ്പം വിൻ്റർ കഴിഞ്ഞ് സമ്മർ ആയപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് നമ്മുടെ നാട് പോലെ ഉണ്ട്. ഇത് കണ്ടില്ലേ, കാക്കയുടെ ശബ്ദം, കാക്കയല്ലല്ലോ ഇതെന്തോ, മറ്റേ ഇവിടുത്തെ കാക്ക എന്ന് പറയുമ്പോൾ സീകളാണ്. ഇവിടെ കാക്ക കാണാൻ കുറവാണ്, അതിനെക്കാളും സീകളാണ്. കടലെടുത്തായുണ്ട്, വലിയ ശല്യം അവരെ കൊണ്ട്. ഇവിടെ പഴയ എന്തിൻ്റെയൊക്കെയോ മെമ്മോറിയലും അതൊക്കെ ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ തോക്കും പീരങ്കിയൊക്കെ ഇരിപ്പുണ്ട്. ഇത് ഏതോ പഴയ സോവിയറ്റ് റഷ്യൻ യൂണിയൻ്റെ റഷ്യനല്ല, ഇവിടെ റഷ്യൻ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ദേഷ്യമാണ്, റഷ്യൻ എന്ന് പറഞ്ഞാൽ ബാക്കിനാൻ മിണ്ടുന്നില്ല. എന്നാൽ ഇവിടുത്തെ ആൾക്കാർക്ക് എന്തോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ എന്താ പറയുന്നത്, പഴയ യുദ്ധക്കപ്പലും പിന്നെ അതിൻ്റെ ബാരക്സിൻ്റെ വണ്ടികളും അതൊക്കെ. സോ ഇത് അങ്ങ് നിങ്ങൾ കാണുന്നതാണ് ബീച്ച്. ഞങ്ങൾക്ക് ബീച്ച് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. പൂളിൻ്റെ അവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് നമുക്ക് നടക്കാം. അവിടെ സ്റ്റെപ്പ് വഴി വരുന്നത് നമ്മൾ അവിടെ നിന്ന് വന്ന്. ആസിഫ്
step was there. We just jumped from here. We are very smart. We are very smart, yeah. അങ്ങനെ സംഭവം ഉണ്ടല്ലോ നമ്മൾ ഇറ്റ്സ് മൈക്ക് ഇറ്റ്സ് ഓൺ സംഭവം നമ്മളിത് ഇവിടുന്ന് ചാടി താഴെ വന്നു. അവിടെ സംഭവം സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഇവർ പുതിയപരമായിട്ട് ക്യാമറമാൻ്റെ ഫ്രണ്ടും കറക്റ്റായിട്ട് സ്റ്റെപ്പ് ഇറങ്ങി വന്നു. കുഴപ്പമില്ല, ഇതൊക്കെ സഹജം. ഇനി നമ്മൾ പൂളിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ കാണാം. അങ്ങനെ J'ai fait un tour, j'ai fait baguette et croissant. ബഗേറ്റ് വെച്ചാൽ ഗാർലിക് ബ്രെഡ് അല്ലേ? എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കത് മനസ്സിലാവുന്നില്ല. വാട്ട് ഈസ് ഇറ്റ് ഫ്രഞ്ച് നോ? Yeah, it's French, pure French. What I said was we just came jumping down from the lift. അതിനാണോ ബഗേറ്റ് എന്ന് പറയുന്നത്? Yeah, it means it just means baguette also means jump off. ജമ്പ് ഓഫ്. ബഗേറ്റ് അല്ലേ? എന്തോ But it's so gullible, man. ഗളിബിളിൻ്റെ അർത്ഥം എന്തുവാ? ഓക്കെ, ലീവ് ദാറ്റ്. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നില്ല ഇന്ന്. സോ യുനോ when you go from there, okay, you find a toilet. Oh my god, it smells so bad. And every time when me and Aman come, ഭയങ്കര മണോ അതിൻ്റെ ഉള്ളിൽ നിന്ന്. അത് ദൂരെ നിന്ന് ഇവനടുത്ത് ഞാൻ മരണം സംസാരിച്ചു. സോ when you come from far right, that missile to smell. ഭയങ്കര മണോ. ഇത് നല്ല രസമില്ല, രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ മരം ഇങ്ങനെ ഇതായി നിൽക്കുന്നത്. എന്തായാലും സമ്മറിനേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ ബ്യൂട്ടി. സമ്മർ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇവിടത്തെക്കാട്ട് ഇവിടത്തെ പോലെയുള്ള ശോകസ്ഥലം വേറെ ലോകത്ത് എവിടെയും കാണത്തില്ല. എന്ന് വെച്ചാൽ ഇലയൊക്കെ പോയി ഒരുമാതിരി പ്രേതാലയം പോലെ കിടക്കുന്നത്. ഈ സമ്മറിനുള്ളത് അങ്ങനെ സ്വിമ്മിംഗ് പൂൾ എത്തിയിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പം നല്ല 5 മീറ്റർ ആഴമുണ്ട് താഴെ. അതുകൊണ്ടോ ആ മേളിൽ നിന്ന് ആസിം വിൽ യു ജംപ് ഫ്രം ദ ടോപ്പ്? Will you jump from the top side? Let's try that. Yeah. No, if you jump, how much will I get? I'm vegan. Why you? I'm the one jumping. ഓക്കെ, നമ്മളെന്തായാലും ഉള്ളിൽ പോയി ടിക്കറ്റ് എടുക്കാം. 2 ലെവേ ഉള്ളൂ ടിക്കറ്റ്. 2 ലെവെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ 48 + 40 ഏകദേശം 100 രൂപ വരും. 100 രൂപയ്ക്ക് 45 മിനിറ്റ് നമുക്ക് ഇവിടെ ഗവൺമെൻറ് പൂളാണ്ട് വെൽ മെയിൻറ്റെയിൻ ആണ്. നമുക്ക് പൂളിൻ്റെ ക്ലീൻലിനെസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളങ്ങനെ എത്തി. നമ്മുടെ ചില്ലറ ഇല്ല, അപ്പോൾ ചില്ലറ പറയിക്കൊണ്ടിരിക്കും. അങ്ങനെ നോക്കും. സോ യു ഹാവ് ഇനഫ് മണി? ഹൗ മച്ച്? Bring. അപ്പോൾ ഒരാൾക്ക് 2 ലെവ. മെയിനായിട്ട് ഇവിടെ ചേഞ്ച് ഇല്ല, അപ്പോൾ നമ്മൾ ചില്ലറ തന്നെ പറയി കൊടുക്കണം. ഇതാ നോക്കൂ, ഇതാണ് സ്വിമ്മിംഗ് പൂൾ. പക്ഷേ ഇതിലല്ല നമ്മൾ പോകാൻ പോകുന്നത്. ഡു വി ഗെറ്റ് ടു ഗോ ഔട്ട് സൈഡ് ടുഡേ? Should be able to. ഇൻഷാല്ലാ. സോ നമ്മൾ ഇവിടെ എനിക്കൊന്ന് 5 മീറ്റർ ആഴമുണ്ട്. ഉള്ളിലത്തെ പൂളിൽ 2.5 മീറ്റർ. ഉള്ളിലത്തെ പൂള് പിള്ളേർ, പക്ഷേ 2.5 മീറ്റർ എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. എന്തായാലും നമ്മൾ സംഭവം നല്ല വ്യൂ ആട്ടോ. അവിടെ ബീച്ച്, ഇവിടെ പൂള്. സമ്മർ സമയത്ത് നമ്മൾ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. എന്തായാലും നമ്മൾ ഉള്ളിൽ കയറി നോക്കാം. 10 മിനിറ്റിന് ശേഷം അമ്മച്ചി വിളിച്ചിട്ടുണ്ട് ഉള്ളിൽ പോകാൻ വേണ്ടി. ബിക്കോസ് ടൈം സ്ലോട്ട്സ് ഉണ്ട്. 45 മിനിറ്റാണ് 2 ലെവ കൊടുത്ത ഒരാൾക്ക്. നമ്മളിപ്പോൾ സ്റ്റുഡൻസിന് 2 ലെവ. ഹൗ മച്ച് ഇസ് ഇറ്റ് ഫോർ ദ ബിഗ് പീപ്പിൾ? I think 3 left. 3 ലെവ അത്രേ ഉള്ളൂ. 100-150 രൂപ, അതിൻ്റെ മേളിലില്ല. പക്ഷേ ആക്ച്വലി നല്ല സാധനം ഇത്. For the big people. ഫോർ ദ ബിഗ് പീപ്പിൾ. ദെൻ വി ആർ നോട്ട് ബിഗ് സ്റ്റുഡൻസ്, അതാ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ പൂളിൻ്റെ ഉള്ളിൽ കയറാൻ പോകുന്നു. എടാ നീ ഇങ്ങനെ കാണുന്നുണ്ടോ? വാ, നമ്മൾ 2 രൂപ കൊടുത്തിട്ട്. യു ഹാവ് ഇനഫ് മണി റൈറ്റ്? വേറെ Yeah. കയറണോ? ഇതെങ്ങനെയാ വിളിക്കുന്നത് ഇവരെ? You can't shout. മോല എന്നല്ലേ? Isnevete. എന്താണ് ഇസ്നിവേത്തയോ? വാട്ട് ഈസ് ഇസ്നിവേത്തെ? Excuse me, Isnevete. ഇസ്മിനത്തെ ഇസ്മിനത്തെ അങ്ങോട്ട് കാണിക്കണോ? 8 മിനിറ്റ് 10 മിനിറ്റ് ഒന്ന്. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞല്ലേ? ഇനിയും 10 മിനിറ്റ് എന്നാ? എടാ ഈ വത്രേ ഈ ഔട്ട്സൈഡ് എന്താ പറയുന്നത്? വത്രേ ഇൻസൈഡ്, ഔട്ട്സൈഡ് എന്താ പറയുന്നത്? നവൻ. വത്രേ ഈ നവൻ നവൻ ദോബ്രേ. ഓ നമുക്കപ്പോൾ എടാ നീ കൈ അതിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ടാണ് പുറത്ത് കിട്ടിയേക്കുന്നത്. നമുക്ക് പുറത്ത് പോകാം. യാ വി ക്യാൻ ചൂസ് എനിവേ യു വാണ്ട്. ഇത് കൊള്ളാം കേട്ടോ ഈ സെറ്റപ്പ്. Outdoor, indoor. ഔട്ട്ഡോർ ഇൻഷാല്ലാ. ഔട്ട്ഡോർ ഇസ് ബെറ്റർ, യു നോ. വി വിൽ ഗോ ഫോർ ദിസ് 5 മീറ്റർ വൺ. നമ്മൾ കാണുന്നു 5 മീറ്റർ പൂൾ നമ്മളിന്ന് പോകാൻ പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 2.5 മീറ്റർ കളികളായിരുന്നു. മുങ്ങു. Sorry? We will be drowned. If you're a good swimmer,
സംഭവം ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഉണ്ടോ, നമ്മൾ സ്വിമ്മിംഗ് പൂൾ വേറെ ആയി പോയി അല്ല ദിസ് കാണിച്ചു കൊടുക്കണ്ടേ ഔട്ട്ഡോർ ഉണ്ട്. ഈ ഫ്രണ്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് അടിപൊളി കാഴ്ച കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, വന്ന ഉടനെ ബീച്ചും ഇതും കൂടി ഒരുമിച്ചുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നത് കണ്ടില്ല, നല്ല അടിപൊളി കാഴ്ച. ഇവിടെ അതെ ബീച്ച് ഇത് നിങ്ങൾക്ക് കാണാം, കണ്ടോ അടിപൊളിയായിട്ടില്ലേ. ഇവിടെ ബീച്ച്, ഇവിടെ പൂള്, ഇവിടെ ബീച്ച്. അപ്പോൾ എന്തായാലും നമ്മൾ സ്വിമ്മിങ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തായാലും ബീച്ചിലേക്ക് പോകുന്നു. ബീച്ചിൽ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ച. അവിടെ മറ്റേ ഇത് പോകുന്നുണ്ട്, എന്തോ We have 40 minutes. You're wasting time. what is that thing called? Yacht. Yes, you see lot of yacht. Okay, നമ്മൾ പോയി അതിന് ഡ്രസ്സ് മാറിയിട്ട് വരാം. So shall I record the changing of the dress? You see, people see your body. സുഹൃത്തുക്കളെ, നമ്മൾ അങ്ങനെ സ്വിമ്മിംഗ് പൂളിനുള്ളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ നല്ല നീളമുള്ള സ്വിമ്മിംഗ് പൂളാണ്. നമുക്കറിയില്ല, നമ്മളിപ്പോൾ കുറേ നാൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഔട്ട്ഡോർ വന്നേക്കുന്നത്. നോക്കൂ, യു സീ ദ മാൻ ആസം ഈസ് സ്വിമ്മിംഗ്. ഹൗ ലോങ് ഇറ്റ് ഇസ് ഡീപ്? How deep it is? Very deep. Deeper than other It's very deep? Deeper than other one? So what do you have to say? What's the experience? How do you rate this pool? You have to censor me out, mate. You have to blur me out. ഒന്നും മനസ്സിലാവുന്നില്ല നീ You have പറയുന്നത്. to blur me out. It blurs you out. Okay, let me jump in. Okay, നമ്മളങ്ങനെ ചാടി പോകാൻ പോകണം. ഈ മൈക്ക് എന്തായാലും വാട്ടർ പ്രൂഫ് അല്ല. I charge 1,000 leather. എന്ത്? I charge 1,000 leather per frame. എന്തിന്? Per frame. For what? For recording. അയ്യോ നല്ല ആടുണ്ട്. My name's Jeff. You got mine. Just a good swimmer. He's dolphin of water. Me the dolphin. നോക്കണം. ഇവിടെ അറ്റം വരെ അത്രേ സ്വിം ചെയ്തു. മിനിറ്റ്. ഓ, വൺ മോർ. ശ്വാസം വലിച്ചോട്ടെ. It's really long. How long it will be? What do you think? Triple the indoor. Triple the indoor? How much like? അതാണ് ട്രാൻസ്മിറ്റർ. 2.5 meters? No, this is more deep, right? Deep. No, very deep. Very deep. You can't touch the bottom over there. Here you can. There you can. I mean, this സംഭവം ഉണ്ടല്ലോ, സൈഡിലാണ് മൊത്തം It'll be written. റെയിൽസ്. It's 9. Backwards? No, I mean go back. I think my guess is right. 2, 1. Okay, assalamualaikum. They're not going. No. Why aren't you doing that? Give us 500 likes and Nidal, the cameraman, will jump in the water. Topless. Woo! It's really deep. Okay. Guys, make sure you follow Very Safe International. അതിനൊക്കെ പ്രമോഷൻ കിട്ടി കയറ്റുവാ. Listen, man, I'm selling scrubs. എന്താണ്? Selling ആ, scrubs. scrubs. Yeah. Promote it. പ്രൊമോട്ട് ഇൻഷാല്ലാ. എല്ലാവരും അവന് സ്ക്രബ്സ് മേടിക്കുക, അടുത്ത വർഷം ഇവിടെ വരും. Very good. So this is the proper location for your advertisement. Okay, let's go. നമ്മളെന്തായാലും നിങ്ങൾ കാണൂ. Go back. Come on. Let's beat him in a race. Bismillah. ഇവിടെ നല്ല ആഴം. സംഭവം നമ്മൾ സ്വിമ്മിങ് എന്തായാലും പഠിച്ചിരിക്കണം. ബിക്കോസ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും കടലിലിടക്ക് കുടുങ്ങിയോ യുദ്ധത്തിനിടക്കായോ അപ്പോഴൊക്കെ സ്വിമ്മിങ് അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. അതുകൊണ്ട് സ്വിമ്മിങ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും പഠിക്കും. കുട്ടികളൊക്കെ കാണുന്നതാണെങ്കിൽ സ്വിമ്മിങ് നമ്മളവിടെ ഹോബിയായിട്ട് എടുക്കണം. സ്വിമ്മിങ്, സൈക്ലിങ്ങും ഇതൊക്കെ നല്ല ഹോബീസാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിവിടെ നല്ല അധികം നല്ല ഹാർഡായിട്ടുള്ള കോമ്പറ്റീഷൻ നടന്നിരിക്കുക. പാകിസ്ഥാൻ വേഴ്സസ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ അല്ലേ, ഫ്രാൻസ് വേഴ്സസ് ഇംഗ്ലണ്ട്. അതാണ് നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട്. എന്തായാലും അവിടെ ഒരാൾ ആ സൂം ചെയ്ത് കാണിച്ച അമ്മാനെ. ഓഹോ ഒന്നായിട്ട് ഇവിടെ വേറെ നേരം വരുന്നുണ്ട്. നമ്മളൊരു വീണ്ടും നടന്നുകൊണ്ടിരിക്കുക. ക്യാമറമാൻ ഇവിടെ നടക്കുന്നു. പാകിസ്ഥാന്റെ ഗുണം കാണിക്കല്ലേ. ഓക്കെ, നമ്മൾ തമ്മിലിന് വേണ്ടി പോസ്റ്റ് ചെയ്യുവാണ്. വീഡിയോ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ
സ്വിം ചെയ്തു തളർന്നു. നമ്മളിനി നേരെ ബീച്ചിലേക്ക് പോകാൻ പോവാ. ബീച്ചിലെ കാഴ്ചകൾ നമ്മൾ നോക്കാം. ഇനിറ്റ് ആസ് ബീച്ച്. ഇതാണ് ഫ്രെയിം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടല്ലേ? അടിപൊളി അമ്മാൻ, അടിപൊളി. ഇനി ആസിം, സ്ലറി എന്താ സംഭവം? What is the difference between slurry and slush? The UK people know it. Slurry is not a real word. ഇവൻ നമ്മൾ അടിപൊളിയായിട്ട് ട്രംപിന് ഡബ് ചെയ്യും. Come on. Great news. Slushy is here. That is slushy. Great example. Blueberry. I love the blueberries. Raspberries, okay. Green. I don't like green. Slurry, not a real word, okay? Okay, നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. എന്താ സംഭവം? Fake news. No, it doesn't fit my macros. Not allowed, okay? Okay. The ladies hate me. Okay, നമുക്ക് എന്തായാലും She hates me, man. She hates me. Huh? I paid her car, she hates me. Yeah? Yeah, she hates Okay, inshallah നമുക്ക് ട്രൈ ചെയ്യാം. News. Everyone loves cars. me. Want to try some? I mean, really, just ഭയങ്കര പുളിപ്പ്. It's good, but yeah, it should be called slurry. ഇവ മിക്കവാറും എയറിലാവും. എത്ര നോക്കിയാ നല്ല. നമ്മളിപ്പോ കൊറേ എനിക്കൊന്ന് ഫസ്റ്റ് ഇയർ വന്ന അതിനേശം ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. കുറെ നാളെ ഇപ്പോഴും ഇതൊക്കെ ഡാഷ് കാറൊക്കെ കാണുന്നത് കണ്ടില്ലേ? Crazy, right? No, I'm scared. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ വർണ്ണാട് പോർട്ടിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ പോർട്ടും കുറേ റെസ്റ്റോറൻറ്റ്സും എല്ലാം കൂടി ചേർന്നാണ് ഇത് ഇരിക്കുന്നത്. നമ്മളെന്തായാലും നമ്മളെന്തായാലും ഇനി എന്താ പറയുന്നത്, റെസ്റ്റോറൻറ്റ് ഉള്ളിൽ കയറി ബാക്കി കാഴ്ചകൾ കാണാം. എന്തായാലും നല്ല അടിപൊളി വ്യൂ ആണ് ഇപ്പം. നമ്മളെ നല്ല 8:45 സമയമായി. എന്തായാലും നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. വിശന്നിട്ട് വയ്യ, നമ്മളെന്തായാലും പോവാം. സോ ലെറ്റ്സ് വാക്ക്. അവിടെ കണ്ടോ, അവിടെ റോളർ കോസ്റ്റർ ഒക്കെ ഉണ്ട്. അവിടെ റോളർ കോസ്റ്റർ, അതിൻ്റെ ബാക്കിൽ ഒരു ജൈൻറ്റ് വീല്. വലിയ പാർക്കൊന്നും അല്ല, ഒരു ചെറിയ പാർക്കാണ്. ഇവിടുത്തെ വ്യൂ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ ഹോട്ടല്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കടൽ, അതിൻ്റെ കൂടെ കുറേ എന്താ പറയുന്നത് പോട്ടിൻ്റെ ക്രെയിനും അതൊക്കെ. നമ്മളിപ്പോഴത്തെ പുറത്തത്തെ വ്യൂ എടുക്കും. ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെ ആൾക്കാർ മീൻ പിടിക്കുക. ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ വ്യൂ. ഏതൊക്കെ പാട്ട് കോപ്പറേറ്റ് ഒന്നും അറിയത്തില്ല നമുക്ക്. എന്തായാലും നോക്കാം ഇവിടെ എങ്ങനെ ഫിഷിങ് ചെയ്യുന്നത് നോക്കാം. എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. ഇവിടെ മീനുണ്ടോ എന്നറിയത്തില്ല. ഈ അപ്പാപ്പൻ ചൂണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് പിന്നെയും കാസ്റ്റ് ചെയ്തു സംഭവം. കുറച്ച് നേരം ഇട്ടിട്ട് ഇങ്ങനെ വലിക്കുന്നുണ്ട്. Oh, now it's hot, so there is no fishes, yeah? Yeah, there is fishes in. ഇവിടെ മീൻ പിടിച്ചിട്ടുണ്ട് ഇവർ കേട്ടോ. ഓക്കെ, ഇത് ഏതാ മീനൊന്നും അറിയത്തില്ല. സ്മോൾ വൺസ്. There's nothing much. Yeah, it's small. So you have caught big fishes from here? No, we have the small hooks, we're going on these small fish. Okay. So we're not aiming for the big ones. But here not so big ones. Not very big, huh? But these ones you can fry them very good. Oh, it's good, huh? You study here? Yeah, I study in the medical university. Yeah, we all ഒരു സബ്സ്ക്രൈബർ കിട്ടും. Valen. YouTube video. On Instagram. Famous. No, I haven't. This is just I just make small vlogs. That's it. Not much, but Everyone starts somewhere. yeah. Very good. So is there any rule for fishing, like you have to do this way, something like that? No, here not. You're just a little bit. There is no much rules in Bulgaria. You mean rules for? They're fishing like any time you shouldn't fish or something like that. No. Here's no problem. And any time you can buy fish. this in Decathlon, maybe 30 leva. Only 30 lives? Maybe more. I don't know. Not much. You bought this And from... you buy this for my friend. Yes, but you can buy everywhere. Cheap ones. And then you buy the hooks for 5 leva. Oh, it's And cheap. that's it. It's cheap. Yeah. And it's a good hobby too, yeah. You don't need a license for the sea. Oh, what about in Germany? You need license in Germany? You need, in
here you need for the lakes license, but you just buy it. ഓ So 2011. ഇപ്പം ഇവിടെ ലൈസൻസ് ഒന്നും വേണ്ട കേട്ടോ പ്രത്യേകിച്ച്. ഇവിടെ എന്താ ഇപ്പം Nice. Oman. Very good. ഹാവ് യു ബീൻ ടു ഒമാൻ? No. It's a beautiful place. What's your name? Rihal. Rihal. Nice to meet you. Oh, what's your name? I'm sorry. Christian. Christian. You are from which part of Germany? West Germany, West. from Essen. Dortmund, you know Dortmund? Borussia Dortmund. No, Football. sorry, I don't know. Football club. No, I'm not that much fan of football. I don't watch football. Is it near the capital, Berlin, Düsseldorf? No, it's somewhere far, yeah? Düsseldorf, yeah. Düsseldorf, yeah? Düsseldorf. അപ്പോൾ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വ്ളോഗ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല നമുക്ക്. എന്തായാലും നമ്മൾ ഇനി ഇതുപോലത്തെ വ്ളോഗുകൾ ഇടുന്നത് കാണുന്നില്ലേ? കാണാം. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മൾ അവസാനിപ്പിക്കാൻ നമുക്ക് കുറച്ച് സീൻ വെച്ച് അവസാനിപ്പിക്കാം. അയ്യോ, അത് സ്പൂണാണ് പോയത്, കുഴപ്പമില്ല, പോട്ടെ, വേണ്ട. ഇനിയിപ്പം വേസ്റ്റ് കളഞ്ഞെന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കണം. വേസ്റ്റ് നമ്മൾ ഡസ്റ്റ്ബിന്നിലേക്ക് കളയാൻ പാടുള്ളൂ. അപ്പോൾ ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വ്ളോഗ് അങ്ങനെ നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, നമ്മുടെ കോമാളിത്തരാണോ എന്ന് നമുക്കറിയത്തില്ല. ബിക്കോസ് ദിസ് ഇസ് ജസ്റ്റ് ടേക്കൺ ഫോർ എ ഫൺ ലെഷർ ടൈം. അപ്പം നമ്മൾ ഇനി അങ്ങനത്തെ വ്ളോഗ്സ് വരുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഇന്ന് ബൾഗേറിയയിലാണ്. നമ്മൾ ഇനി ഒരു 10 ദിവസം കഴിഞ്ഞ് നമ്മൾ നേരെ ഒമാനിലേക്ക് പോകും. ഒമാനിൽ നിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പോകും. ദാറ്റ് ഇസ് സർപ്രൈസ്. എന്തായാലും അത് നമ്മൾ എന്തായാലും സർപ്രൈസ് നമ്മൾ പൊളിക്കുന്നതായിരിക്കും. സോ ഇൻഷാ അല്ലാഹ്, സീ യു നെക്സ്റ്റ് വീഡിയോ.